അധിക തീരുവ ഈടാക്കുന്നതിന് ചൈനയ്ക്ക് സാവകാശം നൽകി US. ഇന്നു മുതൽ 145% അധിക തീരുവയെന്ന തീരുമാനം 3 മാസത്തേക്ക് മരവിപ്പിച്ചു. നവംബർ 30 വരെ 30% മാത്രം. ചൈനയുമായി വ്യാപാര ഉടമ്പടി ഉടനെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ 201 സർക്കാർ സ്കൂളുകൾ പൂട്ടിയതായി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്കൂളുകളുടെ എണ്ണം കൂടിയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ലോക്സഭയിൽ. കേന്ദ്രത്തിന്റെ കണക്കുകൾ തെറ്റെന്ന് കേരളം. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി രൂക്ഷം. പിരിമെട്ടിൽ 4 തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ 7ആയി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് നൽകിയ ഹർജിയിൽ ഇന്ന് ഉത്തരവ്. ഹർജി പരിഗണിക്കുന്നത് എറണാകുളം സബ് കോടതി. കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയിൽ പ്രതി റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. റമീസിന്റെ മാതാപിതാക്കളുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം കൂട്ടുപ്രതിയാക്കുന്നതിൽ തീരുമാനം. കൊല്ലം മയ്യനാട് സുനാമി പുനരധിവാസ പദ്ധതിയിൽ നിർമ്മിച്ച 65 വീടുകൾ ഉപയോഗശൂന്യമായി നശിക്കുന്നു. 15 കുടുംബങ്ങൾ കഴിയുന്നത് തകർന്ന വീടുകളിൽ. അമൃത ന്യൂസ് സ്പെഷ്യൽ.